രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗ കേസ് പുതിയ ഹർജിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വന്നിരിക്കുന്നു. അടച്ചിട്ട കോടതി മുറിയിൽ വാദം കേൾക്കണമെന്നാവശ്യപ്പെട്ടാണ് പുതിയ ഹർജി നൽകിയിരിക്കുന്നത്. ഷീജ ചേരുകയാണ്. ഷീജ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും ഏതായാലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പുതിയൊരു ഹർജിയുമായി വന്നിരിക്കുകയാണ്. അതായത് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിലാണ് ഈ ഹർജി നൽകിയിരിക്കുന്നത്. ഈ ഹർജിയിലെ പ്രധാന ആവശ്യമെന്ന് പറയുന്നത് നാളെ ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അടച്ചിട്ട കോടതി മുറിയിൽ മാത്രമായിരിക്കണം വാദം കേൾക്കേണ്ടത് എന്ന ആവശ്യവുമായിട്ടാണ് ഈ ഒരു ഹർജി നൽകിയിരിക്കുന്നത്. ഇതേ ജില്ലാ സെഷൻസ് കോടതി തന്നെയാണ് നാളെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. അത് ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു പോകരുത് എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ട് അത്തരത്തിലൊരു നീക്കവുമായി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള തെറ്റായ നടപടികൾ, ക്രിമിനൽ നടപടികൾ അതൊക്കെ കൃത്യമായ രീതിയിൽ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിലാണ് കോടതിയുടെ നടപടികൾ പുറത്തു പോകരുത് എന്നുള്ള ആവശ്യവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ ഒരു ഹർജി ഇപ്പോൾ ഫയൽ ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ ഹർജി തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിലാണ് നൽകിയിരിക്കുന്നത്. ഈ ഹർജി ആയിരിക്കും നാളെ രാവിലെ കോടതി ആദ്യം പരിഗണിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അറിയുവാൻ വേണ്ടി സാധിക്കുന്നത്. ഷീജ, ഏത് സാഹചര്യത്തിലാണ് ഈ അടച്ചിട്ട കോടതിയിൽ ഈ ഹർജി പരിഗണിക്കണം എന്നൊരാവശ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിക്കുന്നത്? അതിജീവിതയല്ലല്ലോ ഈ ഒരു ആവശ്യം ഉന്നയിക്കുന്നത്. തീർച്ചയായും ഷമി, അത് തന്നെയാണ്. കാരണം ഇതിൽ നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് എതിരെ വന്ന പരാതി, ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ അതിജീവിത നൽകിയിട്ടുള്ള തെളിവുകൾ, പോലീസിന് കൃത്യമായിട്ടുള്ള തെളിവുകൾ നൽകിയിട്ടുണ്ട്. പൊതുസമൂഹത്തിന് മുന്നിലേക്ക് നിരവധി തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ഫോൺ സംഭാഷണവും അതോടൊപ്പം തന്നെയാണ് രാഹുലും ഈ പെൺകുട്ടിയും തമ്മിൽ നടത്തിയിട്ടുള്ള ചാറ്റിന്റെ വിശദാംശങ്ങൾ, അതൊക്കെ പൊതുമണ്ഡലത്തിൽ നിലനിൽക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ രാഹുലിനെതിരെ വലിയൊരു വികാരം ഉണ്ടാക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് രാഹുൽ വിഭാഗത്തിനുണ്ട്. അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇനിയിപ്പോൾ നാളെ കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ പ്രത്യേകിച്ചും പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും ഈ പ്രത്യേക അന്വേഷണ സംഘം കൃത്യമായ രീതിയിൽ തെളിവ് ശേഖരണം ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. അപ്പോൾ കോടതിയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഈ തെളിവുകൾ കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം നൽകുന്നതായിരിക്കും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. അപ്പോൾ വീണ്ടും കൂടുതൽ കാര്യങ്ങൾ തനിക്കെതിരായി തിരിയും എന്നുള്ള കാര്യം രാഹുലിന് വ്യക്തമായി അറിയുന്നതാണ്. ഇത് മാധ്യമങ്ങളിലൂടെ വാർത്തയായി പുറത്തേക്ക് വരും എന്നുള്ളതിൽ കൃത്യമായിട്ടുള്ളൊരു ധാരണയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അടച്ചിട്ട കോടതി മുറിയിൽ വാദം കേൾക്കണം എന്നുള്ളൊരു വിചിത്ര ആവശ്യവുമായി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിരിക്കുന്നത്.